നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ചിലരുടെ പിറന്നാൾ ആഘോഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നാം കണ്ടിട്ടുണ്ടാകും. നോട്ടുമാല കൊണ്ട് അലങ്കരിച്ചും കേക്കിനുള്ളിൽ ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനങ്ങൾ ഒളിപ്പിച്ചും ആളുകൾക്ക് സർപ്രൈസ് നൽകുന്ന കാഴ്ചകളെല്ലാം അതിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിനത്തിൽ പുറത്തു വന്ന ഒരു ജന്മദിനാഘോഷത്തിന്റെ വാർത്ത കേട്ടതിന്റെ ഞെട്ടലിലാണ് ആളുകൾ. ഇങ്ങനെയും ഒരാൾക്ക് ജന്മദിനം ആഘോഷിക്കാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. US-ലെ ഹാംബോർട്ടിലെ ഡെയിൽ ഹൈഡർ തൻ്റെ 75-ാം ജന്മദിനം ആഘോഷിക്കാനായി തയ്യാറെടുക്കുമ്പോൾ സെപ്റ്റംബർ 25-ന് തൻ്റെ സുഹൃത്തായ ഡേവിഡ് ലെൻസിങ്ങിനൊപ്പം ഗ്രാൻഡ് കാനിയോണിന് ചുറ്റും 28 മൈൽ ട്രക്കിംഗ് നടത്താനുള്ള നീക്കത്തിലാണ്. ഇത് വെറുമൊരു ട്രക്കിംഗ് അല്ല. ഇതിലൂടെ വലിയ ധനശേഖരണം നടത്തി വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മേരീസ് മീൽസിന് നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഈ ദൗത്യം ഇവർക്ക് അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമല്ല. ഇത് പൂർത്തീകരിക്കാൻ ഏകദേശം 15 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. തൻ്റെ 75-ാം ജന്മദിനത്തോടനുബന്ധിച്ച് കാനിയോണിലേക്ക് ഒരു കാൽനടയാത്ര നടത്തണമെന്ന് ഹൈഡർ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതെങ്ങനെ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നും ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മേരി മീൽസ് സംഘടനയ്ക്കായി ധനം സമാഹരിക്കണമെന്ന ആശയത്തിലേക്ക് ഹൈഡർ എത്തുന്നത്. മുൻപ് പങ്കെടുത്ത ഒരു കത്തോലിക്ക കോൺഫറൻസിൽ വെച്ച് മേരി മീൽസിനെ കുറിച്ച് ഹൈഡർ കേട്ടിരുന്നു. തുടർന്ന് സുഹൃത്തായ ലെൻസിങ്ങിനെ ഹൈഡർ തന്നോടൊപ്പം ഈ യാത്രയിൽ ചേരാൻ ക്ഷണിച്ചു. സെന്റ് മേരീസ് നൈറ്റ്സ് ഓഫ് കൊളംബസ്, വിമൻ ഓഫ് ദ സ്പിരിറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ഇടവക ഗ്രൂപ്പുകൾ ഈ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയും മേരീസ് മീൽസിലേക്ക് സംഭാവനകൾ നൽകുകയും ചെയ്തിരുന്നു. വലിയ ധൂർത്ത് നടത്തി ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളുടെ വാർത്തകൾക്കിടയിൽ തൻ്റെ 75-ാം ജന്മദിനാഘോഷം അർത്ഥപൂർണമാക്കിയ ഹൈഡറും അദ്ദേഹത്തിനൊപ്പം ചേർന്ന ഡേവിഡ് ലെൻസിങ്ങും നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്.